ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണക്കപ്പയറും ചേനത്തണ്ടും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ചേനത്തണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണങ്ങളാക്കി നന്നായി കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പ് ഉണക്കപ്പയർ 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചേനത്തണ്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കണം. പിന്നെ പയർ ഒന്ന് വേവിച്ചെടുക്കണം. പയർ വേവിച്ചെടുക്കാനായിട്ട് ഞാൻ പയർ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പയറിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് 2 വിസിലടിച്ച് വേവിക്കാം. ഈ പയർ 2 വിസിലുകൊണ്ട് തന്നെ വെന്ത് കിട്ടും. അപ്പം നിങ്ങൾ എത്രയാണോ വിസിലടിക്കാറെന്ന് വെച്ചാൽ അത് നോക്കിയിട്ട് വേണം വിസിലടിക്കാനായിട്ട് കേട്ടോ. പയർ ഇവിടെ 2 വിസിലടിച്ച് അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. പയർ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഒന്ന് ഊറ്റി വയ്ക്കാം. ഇനി ചേനത്തണ്ട് ഞാൻ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി അരിഞ്ഞെടുക്കാനുണ്ട്. അതും കൂടി നമുക്ക് അരിഞ്ഞെടുത്തിട്ട് ചേനത്തണ്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചേനത്തണ്ട് ഇവിടെ ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പയർ വേവിച്ച അതേ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പയറിലും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്കും ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പിൻ്റെ താഴെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചേനത്തണ്ടിൽ വെള്ളം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാനിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വിസിൽ വേണമെങ്കിൽ അടിക്കാം കേട്ടോ. അപ്പോൾ തന്നെ തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഉണക്കപ്പയർ കറക്റ്റായിട്ട് തന്നെയാണ് വെന്ത് കിട്ടിക്കണത്. ഇനിയിപ്പോൾ ഉണക്കപ്പയർ കുറച്ച് വേവ് കുറവാണെങ്കിൽ ഉണക്കപ്പയറിൽ ഇത് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ വിസിലടിക്കണം എന്നുണ്ടെങ്കിൽ വിസിലടിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇടയ്ക്ക്. അപ്പം ഞാൻ ചേനത്തണ്ട് ഒന്ന് ഇളക്കി നോക്കിയപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അംശമുണ്ട്. വെള്ളം അധികമൊന്നും കാണാനില്ല. അതുകൊണ്ട് ഞാൻ തീ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒന്ന് കുറച്ച് വെച്ചിട്ടാണ്, ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് ഇനി വേവിക്കുന്നത് കേട്ടോ. വെള്ളം ഇനി ചേർക്കണില്ല. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്. അതുകൊണ്ട് വെള്ളം ചേർക്കണില്ല. തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ചേനയുടെ തണ്ടിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഞാനിത് ആ സ്ട്രെയിനറിൽ പയർ വെച്ചിട്ടുള്ള സ്ട്രെയിനറിലേക്ക് തന്നെ ചേനത്തണ്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടിയിൽ ഒരു സവാള ചെറുതാക്കി കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 8 വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടുള്ള പച്ചമുളകാണ് കേട്ടോ. നമ്മൾ വിത്ത് പാവാൻ വേണ്ടിയിട്ട് കുരു എടുത്തതാണ്. ആ പച്ചമുളകിൻ്റെ തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ച് ഇടിച്ച മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഉള്ളിയും ഇടിച്ച മുളകൊക്കെ നന്നായിട്ടൊക്കെ മൂത്ത് വരട്ടെ. അതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പയറും ചേനത്തണ്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പയറും ചേനത്തണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയി ഈ മസാലയൊക്കെ ഇതിൽ നന്നായി പിടിച്ചു വരും. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് നമുക്കിത് അടുപ്പിൽ തന്നെ വെക്കാട്ടെ, ചെറിയ തീയിൽ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പയറും ചേനത്തണ്ടും ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഇത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.